നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. വിഷമത്തിലൊക്കെ ഇരിക്കുന്നവർ ഒരു കാര്യം പ്രത്യേകമായി ഓർക്കുക. നിങ്ങളുടെ സമയവും ഒരിക്കൽ വന്നു ചേരുന്നതാണ്. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ ചെയ്തു കൊള്ളുക. തീർച്ചയായും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഒരിക്കൽ ഫലം ഉണ്ടാവുക തന്നെ ചെയ്യും. അത് തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ്. നിരവധി ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ മെസ്സേജുകളായിട്ടും മറ്റും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുന്നതിനായി അയക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ആഴം ഞാൻ തീർച്ചയായും ഉൾക്കൊള്ളുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എൻ്റെ പ്രശ്നങ്ങളായി ഉൾക്കൊണ്ടുകൊണ്ട് എപ്പോഴും എൻ്റെ പ്രാർത്ഥനകളിലുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതായി അറിയിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങളും ലഭിക്കുന്നുണ്ട്. വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണത്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും എത്രയും വേഗം പരിഹരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇനി നമുക്ക് രോഹിണി നക്ഷത്രക്കാർക്ക് ജീവിത വിജയത്തിന് ആവശ്യമായ കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കാം. രോഹിണി പൊതുവെ സമൃദ്ധിയുടെയും ഉന്നതിയുടെയും നക്ഷത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ ചന്ദ്രനാണ്. ഇതിൻ്റെ തത്വം ഭൂമിയാണ്. ഈ നക്ഷത്രത്തിൻ്റെ സവിശേഷത നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളർച്ചയും സൗന്ദര്യവും ഒക്കെയാണ്. പ്രപഞ്ചത്തിൻ്റെ കാന്തിക ശക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് 4ാമത്തെ നക്ഷത്രമായ ഈ രോഹിണി നക്ഷത്രം അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ചന്ദ്രൻ ഭരണാധികാരിയായ ഈ നക്ഷത്രം പ്രപഞ്ചത്തിന് സൃഷ്ടിപരമായ ഊർജ്ജത്തെയും വളർച്ചയും പ്രതിനിധീകരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ചിന്തകളെ യാഥാർത്ഥ്യമാക്കാനുള്ള അത്ഭുതകരമായ ഒരു വളർച്ചാ ശക്തി ഈ രോഹിണി നക്ഷത്രക്കാർക്കുണ്ട്. അതായത് നമ്മൾ ഈ പല കാര്യങ്ങളും നമ്മുടെ ചിന്തകളിൽ ഉണ്ടായാൽ അതിനെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമാണ്. എന്നാൽ ഈ രോഹിണി നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത്തരത്തിലുള്ള വിഭാവനം ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ വളരെ നന്നായിട്ട് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രത്യേകമായൊരു കഴിവ്, ജന്മസിദ്ധമായൊരു കഴിവ് അവർക്കുണ്ട്. അപ്പോൾ ഈ നക്ഷത്രത്തിലുള്ള നിങ്ങളുടെ കുട്ടികളൊക്കെ ഈ നക്ഷത്രത്തിലുള്ളവരാണെങ്കിൽ അവരുടെ കരിയറിനെയും മറ്റുമൊക്കെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ ഇതും കൂടെ ഒന്ന് പരിഗണിച്ചോളൂ. അവരെ നിങ്ങൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രധാനപ്പെട്ട കരുത്തുകളും വെല്ലുവിളികളും ഒക്കെ ഒന്ന് പരിശോധിക്കാം. അതായത് കരുത്തുകളെന്ന് പറയുമ്പോൾ വളരെ കാന്തികമായ വ്യക്തിത്വം, ആളുകളെ തങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഒരു പ്രത്യേക ശാലീനതയും വശ്യതയും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അതോടൊപ്പം തന്നെ സ്ഥിരതയും ദൃഢതയും, ഒരു ലക്ഷ്യം മനസ്സിൽ ഉറപ്പിച്ചാൽ അത് പൂർത്തിയാക്കുന്നതുവരെ കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു കരുത്ത് നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ്. ഇനി അടുത്ത സർഗാത്മകമായ ദീർഘവീക്ഷണം, കല, ബിസിനസ്, ഫാഷൻ അല്ലെങ്കിൽ വീടലങ്കരിക്കൽ എന്നിവയിൽ നിങ്ങൾക്ക് അതീവ സവിശേഷമായ ചില അഭിരുചികളൊക്കെ ഉണ്ടായിരിക്കും. ഇനി വെല്ലുവിളികളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾ, ചന്ദ്രൻ്റെ സ്വാധീനം കാരണം വികാരങ്ങൾ കടലിലെ ഓളങ്ങൾ പോലെ മാറി മറിഞ്ഞേക്കാം. അതായത് നിങ്ങളുടെ ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള മൂഡ് ചേഞ്ചുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു നിലവിലുള്ള ഒരു അവസ്ഥ മാറി സന്തോഷത്തിരിക്കുന്ന ആൾക്ക് മറ്റൊരു ഇതിലേക്ക് പോവുക, അങ്ങനെയുള്ള വളരെ പെട്ടെന്ന് സാഹചര്യങ്ങൾക്കനുസരിച്ച് ആ സ്വഭാവത്തിൽ പെട്ടെന്നൊരു മാറ്റമൊക്കെ ഈ നാളുകൾക്കുള്ളൊരു സംഭവമാണ്. പിന്നെ മറ്റൊന്ന് അമിതമായൊരു അറ്റാച്ച്മെൻറ്റ്. അതായത് നിങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യങ്ങളോട് അമിതമായ ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്കുണ്ടാവും. അത് വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടപ്പെട്ടാൽ അത് മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കുക എന്നുള്ള ഒരു സ്വഭാവം നിങ്ങൾക്ക് ഒരല്പം കുറവായിരിക്കും. അപ്പോൾ അതൊരു പക്ഷേ നിങ്ങളുടെ കുടുംബജീവിതത്തിലൊക്കെ നിങ്ങൾക്കൊരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. പ്രത്യേകിച്ച് സഹോദരങ്ങൾ തമ്മിലൊക്കെ ഉള്ളവരുടെ ഇടയിലൊക്കെ ഇത് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ വഴിവെച്ചേക്കാം. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലെന്ന് വെച്ചാൽ കുറച്ച് നന്നായിരിക്കും. ഇനി സുഖലോലുപത, ആഡംബരങ്ങളോടും സുഖസൗകര്യങ്ങളോടുമുള്ള താല്പര്യം അനാവശ്യമായ ചെലവുകൾക്ക് കാരണമായേക്കാം. അതൊരു പ്രത്യേകതയാണ് കേട്ടോ. ഇത് യഥാർത്ഥത്തിൽ ഞാൻ പ്രായോഗിക തലത്തിൽ തന്നെ ഞാൻ പല ഈ നക്ഷത്രക്കാരെയും ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ ഈ ഇത്തരം സുഖലോലുപതയ്ക്ക് വേണ്ടിയിട്ട് അവർ കുറച്ച് ലാവിഷായിട്ട് പണം ചെലവഴിക്കുന്നതായിട്ടും ആ സമയത്ത് അവർ ഒരുപക്ഷെ അതൊന്നും വരുമരാഴികളെ ചിന്തിക്കാതെയൊക്കെ പലപ്പോഴും പെരുമാറുന്നതൊക്കെ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് അവരുടെ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ്. അത് അങ്ങനെ ഒരു സവിശേഷമായ ഒരു സ്വഭാവം അവർക്കുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചാൽ അതുവഴി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയും. ഇനി നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്ന മേഖലകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഫാഷൻ ഡിസൈനിങ്, ഇൻറ്റീരിയർ ഡിസൈനിങ്, അതുപോലെ തന്നെ സിനിമ, അതുപോലൊപ്പം തന്നെ കൃഷി, ഓർഗാനിക് ബിസിനസ്, പബ്ലിക് റിലേഷൻസ്, ഹോസ്പിറ്റാലിറ്റി, ഇത്തരത്തിലൊക്കെയുള്ള ബിസിനസ്സുകളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹോട്ടൽ മാനേജ്മെൻറ്റ്, അത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് നിങ്ങളുടെ ആ ഒരു നക്ഷത്രവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു. അത് ഈ മേഖലകളിൽ നിങ്ങൾക്ക് വളരെയധികം വിജയിക്കാൻ കഴിയുന്ന മേഖലകളാണ്. എന്ന് വെച്ചാൽ ഇത് മാത്രമല്ല കേട്ടോ, ഞാനിതിൻ്റെ ഉത്തമമായ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി നിങ്ങളുടെ അഭിവൃദ്ധിയുടെ ഒരു സുവർണ്ണ കാലമെന്ന് പറയുന്നത് ജീവിതത്തിൽ 32 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ തിളങ്ങുന്നത്. നിങ്ങളുടെ 20കളിൽ നിങ്ങൾ പാകിയ വിത്തുകൾ വലിയ വിളവെടുപ്പായി മാറുന്ന ഈ പ്രായത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് നിങ്ങളൊരു 32 വയസ്സ് വരെ നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടാകും, പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ഉദ്ദേശിച്ച ഒരു പുരോഗതി നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിക്കാണില്ല. എന്നാൽ 32 വയസ്സ് മുതൽ നിങ്ങൾക്ക് അത് പതുക്കെ കിട്ടിത്തുടങ്ങും. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ പഴയ
ആ ഒരു പ്രവർത്തനങ്ങൾക്കൊക്കെ ഫലമുണ്ടായി വരാം. പിന്നെ വേറൊന്നുണ്ട്, ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്, പ്രായോഗിക തലത്തിൽ ഞാൻ അങ്ങനെ അത് ഒരു സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു ചെറുപ്പകാലങ്ങളിലൊക്കെ നമ്മൾ പല പല രീതികളിൽ വ്യാപാരങ്ങൾ അല്ലെങ്കിൽ ബിസിനസ്സുകൾ അല്ലെങ്കിൽ അത് കരിയർ പാത്തുകളൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള തിരഞ്ഞെടുക്കുകയും എന്നാൽ ചിലപ്പോഴൊക്കെ അതിലൊന്നും വിജയിക്കാതെ പോകുന്നൊരവസ്ഥ ഇവർക്ക് കാണുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അല്ല, ഒരിക്കലും അതിൽ തോറ്റുപോയി എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരിക്കലും അങ്ങനെ പിന്മാറാൻ അവർ തയ്യാറാണ്. അവർ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഒടുവിൽ അവർ ഒരു സ്ഥലത്ത് വിജയിക്കുക തന്നെ ചെയ്യും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പം അങ്ങനെയുള്ള ഒരു റിപ്പീറ്റഡ് ആയിട്ട് ഫെയിൽ ആവുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെങ്കിലും ഞാൻ പ്രായോഗികമായിട്ടും അത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥ അവർക്കുണ്ട്. അപ്പോൾ അത് ഒന്ന് മനസ്സിൽ വെച്ചാൽ നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും ചെറിയ പരാജയങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാലും ഒരിക്കലും നിങ്ങൾ അതുകൊണ്ട് വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഒരിക്കലും അതിൽ വിജയത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഇപ്പോൾ നമ്മൾ ശ്രീകൃഷ്ണനെ തന്നെ നോക്കാമല്ലോ. അദ്ദേഹം ഈ നക്ഷത്രക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആകർഷകത്വവും സർഗാത്മകതയും ഒക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഈ നക്ഷത്രത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രപഞ്ചത്തിന്റെ സമൃദ്ധി ഉള്ളിൽ പേറുന്നവരാണ്. അതിനാൽ ഒരിക്കലും നിങ്ങൾ സ്വയം കുറച്ച് കാണും. ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ കുട്ടികളൊക്കെ ഈ മേഖലയിലുണ്ടെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അതൊന്നും ചെയ്യാനുള്ള ആ ഒരു കഴിവ് അവരുടെ ഉള്ളിലുണ്ട്. നിങ്ങളാണെങ്കിലും അത് മനസ്സിൽ വെച്ചോളുക. നിങ്ങൾ മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാൻ നിങ്ങൾക്ക് വളരെയധികം ഒരു ഇതുണ്ട്. കാരണം ഞാനിത് പ്രായോഗിക തലത്തിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. ഞാൻ കുറേ ആളുകളെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അവർക്കും ഈ ഒരു സ്വഭാവമുണ്ട്. കാരണം അവർ ഒരു പക്ഷേ ഞാൻ ഇന്ന കാര്യം ചെയ്യും എന്ന ഒരു തമാശക്കൊക്കെ ആയിരിക്കും അവർ പറയുന്നത്. പക്ഷേ ഒരു പ്രായോഗിക തലത്തിൽ അവർ എന്തോ ഒന്നില്ല അത് ആ സ്വപ്നം അവർ നടപ്പാക്കിയിരിക്കും. അതൊരു ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അത് അങ്ങനെയാണെന്ന് മാത്രമല്ല, പ്രായോഗിക തലത്തിൽ ഞാൻ ഒരുപാട് ആളുകളെ അത് കണ്ടിട്ടുണ്ട്. അവർ തമാശയ്ക്കാണെങ്കിലും അവർ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് പ്രാവർത്തികമാക്കാൻ അവർക്ക് ദൈവം അവരുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി ഒന്ന് രണ്ട് പേരും കൂടെ ഉണ്ട് ഈ നക്ഷത്രത്തിൽപ്പെട്ട. വിക്ടോറിയ രാജ്ഞി ഈ നക്ഷത്രത്തിൽപ്പെട്ട ആളായിരുന്നു. അതോടെ ബരാക് ഒബാമ, അദ്ദേഹം ഈ നക്ഷത്രക്കാരനായിരുന്നു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ആശയവിനിമയമൊക്കെ നമുക്കറിയാമല്ലോ, വളരെ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്, ഞാനൊരു വീഡിയോയിൽ കണ്ടാണ്. അദ്ദേഹം വിമാനത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു സെക്യൂരിറ്റി ഗാർഡ് അവിടെ നിന്നുകൊണ്ട് സല്യൂട്ട് ചെയ്യുന്നു അദ്ദേഹത്തെ. അപ്പോൾ അദ്ദേഹം എന്തോ തിരക്ക് ഉള്ളതുകൊണ്ട് ആ സല്യൂട്ട് ചെയ്ത് അദ്ദേഹം കണ്ടില്ല. അപ്പോൾ അദ്ദേഹം വിമാനത്തിനകത്തേക്ക് കയറിപ്പോയതിന് ശേഷമാണ് അദ്ദേഹം എന്തോ അവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം സല്യൂട്ട് ചെയ്തു എന്ന് പിന്നെ മനസ്സിലായി. പുള്ളി എന്ത് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ എയർഫോഴ്സ് 1 വിമാനത്തിനകത്തുനിന്ന് പുള്ളി ഇറങ്ങി താഴെ വന്ന് ആ പട്ടാളക്കാരനെ തിരിച്ച് അഭിവാദ്യം ചെയ്തതിന് ശേഷമാണ് വീണ്ടും കയറിപ്പോകുന്നത്. ഒന്നാലോചിച്ച് ആ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകളോട് പോലും അത്രയും സ്നേഹവും കരുതലും വയ്ക്കുന്ന ഒരാളുകളും കൂടിയാണ് അവർ. അങ്ങനത്തെ ഒരു പ്രത്യേകതയും കൂടെ അവർക്കുണ്ട്. ശ്രീകൃഷ്ണൻ തന്നെ അങ്ങനെ ആയിരുന്നല്ലോ അല്ലേ. കുചേലൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. ഓക്കെ, ഇനി ജീവിത പങ്കാളി ആരോഗ്യ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അതായത് പ്രകൃതിയോടും ജലാശയങ്ങളോടും ഒക്കെ ഒപ്പം സമയം ചെലവഴിക്കുന്ന നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഞ്ചസാരയുടെയൊക്കെ ഉപയോഗം കുറച്ചൊരു സമീകൃത ആഹാരം കഴിക്കുന്നതും അതോടൊപ്പം തന്നെ കൃത്യമായി ഉറക്കം ഒക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ജീവിത പങ്കാളിയിലേക്ക് വന്നാൽ നിങ്ങളുടെ സർഗാത്മകതയ്ക്ക് താങ്ങായി നിൽക്കുന്ന, നിങ്ങളെപ്പോഴും നേർവഴിക്ക് നയിക്കുന്ന ഒരു ആങ്കർ പോലെ ആയിരിക്കണം നിങ്ങളുടെ പങ്കാളി. അതോടൊപ്പം തന്നെ കുടുംബ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരാളും കൂടെ ആയിരിക്കും. അതായത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, നിങ്ങളുടെ പ്രോജക്റ്റുകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ വിരിഞ്ഞു വരും. അതൊക്കെ നടപ്പിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു പങ്കാളിയാണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ നിങ്ങളുടെ ആ മുന്നോട്ടുള്ള കുതിപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പങ്കാളിയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം വിജയമാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അത് നിങ്ങളൊന്ന് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇനി വിജയത്തിനായിട്ടുള്ള 1-2 കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ, നിങ്ങൾ ദിവസവും രാവിലെ ഒരു 5 മിനിറ്റ് നിങ്ങളുടെ വിജയങ്ങൾ യാഥാർത്ഥ്യമായി മനസ്സിൽ കണ്ട് ധ്യാനിക്കുക. അതായത് നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ മനസ്സിലൊന്ന് നടപ്പായതായിട്ട് കണ്ടുകൊണ്ടൊന്ന് ധ്യാനിക്കുന്നത് തീർച്ചയായിട്ടും അത് നടപ്പിലാക്കാൻ നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് കേട്ടോ. അതോടൊപ്പം തന്നെ മണ്ണിൽ നഗ്നപാതനായി നടക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഭൂമി മൂലകത്തെ ഉണർത്താൻ സഹായിക്കുകയും നിങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങൾ സഹായം നൽകുക. അതാണല്ലോ നിങ്ങളുടെ ഈ കഴിവുകൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് മാത്രം ഉള്ളതല്ല അതിൻ്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ. യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും നിങ്ങളുടെ സമൂഹത്തിനും കൂടെ ഗുണം ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങൾ പലപ്പോഴും ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഗുണം നിങ്ങൾക്ക് മാത്രമല്ല പ്രയോജനപ്പെടുക, അതിൻ്റെ ഗുണം
നിങ്ങളുടെ സമൂഹത്തിൽ ഒരു ഉള്ള ആളുകൾക്ക് കൂടെ നിങ്ങളെ പ്രയോജനപ്പെടുന്ന രീതിയിലായിരിക്കും നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുക. അതിനുള്ള പ്രചോദനം നിങ്ങൾക്കുണ്ടാവും. ഭഗവാനെ പോലെ തന്നെ, മനസ്സിലായില്ലേ? നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ നിങ്ങൾ സഹായിക്കുകയും അവർക്ക് അവരുടെ രക്ഷകനായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും. അതിനുള്ളൊരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായി വരും. അതാണ് അതിൻ്റെ ഒരു കാര്യം. ഉദാഹരണത്തിന് നിങ്ങളൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കും. നിങ്ങളവിടെ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് ഒരു വഴിയില്ലാത്തൊരു സ്ഥലത്ത് വഴി വാങ്ങി നിങ്ങൾ ഒരുപാട് സ്ഥലം വാങ്ങിച്ച് നിങ്ങളൊരു പ്രോജക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ വഴിയില്ലായിരുന്ന ഒരുപാട് ആളുകൾക്ക് അവിടെ വഴിയാവുകയാണ്. അപ്പം നിരവധി കുടുംബങ്ങൾ അവിടെ രക്ഷപ്പെടുകയാണല്ലേ. ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ അതൊക്കെ അവർക്ക് നല്ലത് വന്നത് നല്ലതായി എന്ന് വിചാരിക്കുന്നവരാണ്. അല്ലാതെ അവരുടെ അടുത്ത് ചെന്നിട്ട് എന്തെങ്കിലും പ്രതിഫലം വേണമെന്ന് പറയുമോ ഒന്നും അവർ ചെയ്യില്ല അവർ പൊതുവെ. ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, അങ്ങനത്തെ 1-2 ഇൻസ്റ്റൻസ് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പൊതുജനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ രാജ്യത്തിന് വേണ്ടിയിട്ടും അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങളെ ആൾക്ക് വിശ്വസിക്കാം, നിങ്ങളെ ആൾക്ക് ആശ്രയിക്കാം. അപ്പോൾ നിങ്ങളുടെ മഹത്വം നിങ്ങൾ തിരിച്ചറിഞ്ഞോളുക കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കും മുന്നായിട്ടൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നിരവധി പ്രേക്ഷകർ അവരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള വിശകലനങ്ങൾക്കായിട്ടും മറ്റും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ തീർച്ചയായിട്ടും കഴിവതും വേഗം അതിനെല്ലാം മറുപടി വിശദമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. എന്നാൽ ചില പ്രേക്ഷകർ അത് ഒരു ഇമെയിൽ സംവിധാനം കൂടി ഒരുക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു അവരുടെ പ്രശ്നങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുമ്പോൾ മറ്റുള്ളവരത് കാണുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങൾ മെയിൽ അയച്ചാൽ മതി കേട്ടോ. അതിപ്പോൾ അയക്കുമ്പോൾ നിങ്ങൾ പേര് അയച്ചോളൂ, നക്ഷത്രം വെച്ചോളൂ, ജന്മദിനം, ജനനസമയം, നിങ്ങൾ ജനിച്ച സ്ഥലം, ഇനി എന്താണ് പരിശോധിക്കേണ്ട വിഷയം അത് കൊടുത്താൽ മതി. ഞാൻ വിശദമായിട്ട് തന്നെ ഇമെയിലായിട്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ മറുപടി തരാം. അതല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ തന്നെ ഇട്ടാലും മതി കേട്ടോ. ഞാനത് പരിശോധിച്ച് കഴിവതും പെട്ടെന്ന് തന്നെ മറുപടി നൽകാൻ ഞാൻ ശ്രമിക്കും. ഇതെല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് തന്നെയാണ് ഒരു വിശ്വാസം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരുടെയും പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കപ്പെട്ട് സന്തോഷകരമായ ഒരു ജീവിതം എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസിക്കുന്നു.